വയനാട്, കൽപ്പറ്റ ഇടങ്ങളിലാണ് അദ്ദേഹം വരുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവിന് വേണ്ടി അവിടെ ഒരുങ്ങിയിരിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. രാഹുൽ ഗാന്ധി റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. റോഡ് ഷോയിലൂടെ അദ്ദേഹം കടന്നു വരികയാണ്. പ്രവർത്തകരുടെ കൊടിതോരണങ്ങളുണ്ട്, മുദ്രാവാക്യം വിളികളുണ്ട്. പ്രചരണ രംഗത്ത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കൊടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ നിയന്ത്രണം ഉണ്ടാവുന്നില്ല. പ്രവർത്തകരുടെ ആഹ്ലാദ ആരവങ്ങൾക്കിടയിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പതാകകൾ വാനിൽ ഉയർത്തിക്കൊണ്ടാണ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം. രാഹുൽ ഗാന്ധി റോഡ് ഷോയിലൂടെ വയനാട് മണ്ഡലത്തിലൂടെ കടന്നു വരികയാണ്. തൻ്റെ പ്രവർത്തകർക്ക്, വോട്ടർമാർക്ക് നന്ദി പറയുകയാണ് രാഹുലിൻ്റെ ലക്ഷ്യം. പ്രേക്ഷകർ TV സ്ക്രീനിൻ്റെ രണ്ട് വശങ്ങളിലായി കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. മറൊരു വശത്ത് സുരേഷ് ഗോപിയുടെ കേരള സന്ദർശനത്തിൽ അദ്ദേഹം കണ്ണൂരിൽ മാട്ടായിക്കാവിലെത്തി അവിടെ സന്ദർശനം നടത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം മറ്റിടങ്ങളിലേക്കും കൂടി പോകും. രാഹുൽ ഗാന്ധി ഇവിടെ റോഡ് ഷോ വലിയ ആവേശ കാഴ്ചയൊരുക്കിയാണ് UDF മലപ്പുറത്ത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ വിജയം അത് വയനാടിൻ്റെ വിജയം മാത്രമല്ല, അത് ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ തന്നെ വലിയ നേട്ടം സ്വന്തമാക്കിയ, ഒരു തിരിച്ചുവരവ് സ്വന്തമാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് അത് കടന്നു പോകുന്നത്. ബലൂണുകൾ ഉയർത്തിയാണ് ലീഗിൻ്റെയും ഒപ്പം കോൺഗ്രസിൻ്റെയും കൊടികൾ ഉയർത്തിക്കൊണ്ടാണ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയെ വരവേൽക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അങ്ങനെ പല പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ചേർന്ന് സ്വീകരിച്ച് ഇപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ് മലപ്പുറം ഇടവണ്ണയിൽ. രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ പറയാൻ പോകുന്ന രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം രാഹുൽ ഗാന്ധി രണ്ടിടങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഏത് മണ്ഡലം നിലനിർത്തണമെന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് AICC നേതൃത്വം. പക്ഷേ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ ചോദ്യത്തിന് രാഹുലിൻ്റെ ഉത്തരം തീർച്ചയായും അദ്ദേഹം റായ്ബറേലി നിലനിർത്തും എന്ന് തന്നെയാവും. കാരണം ഉത്തർപ്രദേശിലെ ആ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം പോരുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ സാധ്യതകൾ തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ട് അദ്ദേഹം റായ്ബറേലി നിലനിർത്തും. ഒപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ഇന്ന് അദ്ദേഹം തൻ്റെ വോട്ടർമാരോട് നന്ദി പ്രകാശനത്തിനൊപ്പം ഒരു യാത്ര പറയാനുള്ള അവസരം കൂടിയായി മാറ്റിയേക്കാം. രണ്ട് പൊതുയോഗങ്ങളിൽ രാഹുൽ ഗാന്ധി സംസാരിക്കും, ഇടവണ്ണയിലും മറ്റൊന്ന് കൽപ്പറ്റയിലും. ഈ രണ്ട് പൊതുയോഗ വേദികളിലും രാഹുൽ ഗാന്ധി പറയാൻ പോകുന്ന രാഷ്ട്രീയവും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം വൈകാരികമായ ഒരു പ്രസംഗം അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യാം. ദൃശ്യങ്ങളെ കാണുന്നു. രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. അദ്ദേഹം റോഡ് ഷോയിലൂടെ വാഹനത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തകരുടെ പങ്കാളിത്തത്തിനിടയിലൂടെ അദ്ദേഹം കടന്നു വരികയാണ്. സുരക്ഷ ഒരുക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പാടുപെടുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പ്രവർത്തകർക്കിടയിലൂടെ അദ്ദേഹം കടന്നു വരുന്നത്. ഒപ്പം സുരേഷ് ഗോപിയും അദ്ദേഹം കണ്ണൂർ മാടായിക്കാവിൽ സന്ദർശനം നടത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. രണ്ട് പ്രധാന മുഖങ്ങൾ കേരളത്തിൽ ഇന്ന് സന്ദർശനം നടത്തുന്നു എന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ലോക്സഭാ മണ്ഡലത്തിൽ എത്തുന്നു. അതേസമയം സുരേഷ് ഗോപി കണ്ണൂരിലുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കടന്നുവരവിനെ വലിയ ആവേശമാക്കി പറ്റുകയാണ് പ്രവർത്തകർ. CV അനുമോദുണ്ട്. അനുമോദ്, ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് ആ ആവേശ കാഴ്ചകൾ. രാഹുലിന്റെ വൻ വിജയം ആഘോഷിക്കുകയാണ് പ്രവർത്തകർ. ഒപ്പം രാഹുൽ വരുമ്പോൾ എന്താണ് ഈ റോഡ് ഷോ അവസാനിക്കുന്നത് എവിടെയാണ്? ഒപ്പം പൊതുയോഗവും മറ്റു വിശദാംശങ്ങളും എങ്ങനെ? വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട്. കാലാവസ്ഥയും അല്പം പ്രതികൂലമാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടൊക്കെ തന്നെ രാഹുലിൻ്റെ കടന്നുവരവ് അത് വലിയ ആവേശ കാഴ്ച ഒരുക്കുകയാണ്. കോൺഗ്രസിനും UDFനും കേരളത്തിൽ വലിയ സാധ്യതകൾ ഒരുക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായി മാറുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിലൂടെ കടന്നു വരികയാണ്. ദേശീയ മാധ്യമങ്ങളുടെ അടക്കം വലിയ സാന്നിധ്യമുണ്ട്. ഇന്നലെ യുപിയുടെ രാഷ്ട്രീയ വേദികളിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയ രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തുമ്പോൾ അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണ്?
ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് നിലപാടെടുക്കും? അദ്ദേഹത്തിൻ്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചോദ്യങ്ങളും ആശങ്കകളും രാഷ്ട്രീയമായ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മറുപടിയായി പൊതുയോഗവേദിയെ രാഹുൽ ഗാന്ധി മാറ്റുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. തുറന്ന വാഹനത്തിലൂടെ രാഹുൽ ഗാന്ധി കടന്നു വരികയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. വാഹനങ്ങളിലും ഒപ്പം തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളുടെ മുകളിലും മറ്റും നിന്ന് കാത്തു നിൽക്കുന്ന നാട്ടുകാരെ, വോട്ടർമാരെയൊക്കെ കൈവീശി കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി റോഡ് ഷോയിലൂടെ കടന്നു വരുന്നത് എന്നതാണ് പ്രത്യേകത. ഇടവണ്ണയിലെ പൊതുയോഗ വേദിയിലേക്കാണ് രാഹുൽ ഗാന്ധി കടന്നു വരിക. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം വയനാട് കൽപ്പറ്റയിലെ പൊതുയോഗ വേദിയിലും സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ സംസ്ഥാനത്തെ രണ്ടിടങ്ങളിലാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങളും തിരിച്ചുവരവ് സൂചനകളും പ്രകടമാക്കിയതിനു ശേഷം സ്വന്തം മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധി വരികയാണ്. അദ്ദേഹം പദയാത്ര മുമ്പ് നടത്തിയ ഭാരത് ജോഡോ യാത്ര നടത്തി കടന്നുപോയ ഇടങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി റോഡ് ഷോയിലൂടെ കടന്നു വരുമ്പോൾ അത് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരും അവിടെയുണ്ട്. ഇന്ന് നടക്കാനിരുന്ന കോൺഗ്രസിൻ്റെ UDFിൻ്റെ പ്രധാനപ്പെട്ട കൂടിയാലോചനാ യോഗങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രാഹുലിൻ്റെ സന്ദർശന പരിപാടികൾക്ക് വേണ്ടി പ്രവർത്തകരും നേതാക്കളുമെല്ലാം വയനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. നോക്കൂ, ദൃശ്യങ്ങൾ കാണുന്നത് ഒരു കൊച്ചുകുട്ടിയെ തൻ്റെ വാഹനത്തിലേക്ക് എടുത്തു കയറ്റി രാഹുൽ യാത്ര ചെയ്യുകയാണ്. റോഡ് ഷോയിലൂടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ്. പ്രവർത്തകരുടെ വലിയ ആവേശത്തിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ അവിടെ പുരോഗമിക്കുന്നത് എന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. പറയേണ്ടത് നമ്മൾ രാഹുലിനോടാണ് നന്ദി പറയേണ്ടത്. രാഹുൽ നടത്തിയ പോരാട്ടം, ഫാസിസത്തിനെതിരെ പ്രതിരോധിക്കാൻ രാഹുൽ നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തിന് പിന്തുണയർപ്പിക്കാൻ ഇവിടെ കഴിഞ്ഞു കൊടുക്കുന്നത് രാഹുലിന് അഭിമാനം അർപ്പിക്കുക. രാഹുൽ ഗാന്ധിയുടെ ഈ പോരാട്ടത്തെ അതിന് ജനകരിക, അതിനുവേണ്ടി എല്ലാവിധ ഊർജവും നൽകുക. നിങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ നൽകുക, അദ്ദേഹത്തിന് അഭിമാനം അർപ്പിക്കുക. അദ്ദേഹത്തെ കൂടുതൽ ഊർജമത്തായാൽ ഈ ഇന്ത്യയിൽ ഒരു സംശയം വേണ്ട, ഇന്ത്യയിൽ ജനാധിപത്യം പുലരും. അനുമോദ്, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവിടുത്തെ ആവേശം വലിയ ആവേശമാണ് UDF പ്രവർത്തകർക്ക്. ഒപ്പം ആവേശത്തിനൊപ്പം രാഹുലും വാഹനത്തിന് മുകളിൽ കയറി നിന്ന് പ്രവർത്തകർക്കൊപ്പം അദ്ദേഹവും പങ്കുചേരുന്നുണ്ട്. എന്താണ് കാഴ്ചകൾ? നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. മലപ്പുറം ഇടവണ്ണയിലെ പൊതുയോഗ വേദിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുകയാണ്. ചെറിയൊരു ദൂരത്തിൽ മാത്രമാണ് റോഡ് ഷോ അവിടെ തയ്യാറെടുത്തിരിക്കുന്നത്. അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം ഇടവണ്ണയിലെ പൊതുയോഗ വേദിയിലേക്കുള്ള യാത്രാമധ്യയാണ് അദ്ദേഹം വാഹനത്തിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു നിന്ന് ഒരു റോഡ് ഷോ സ്വഭാവത്തിൽ വാഹനങ്ങൾക്കിടയിലൂടെ ആളുകൾക്കിടയിലൂടെ കടന്നു വരുന്നത്. നേരത്തെ നമ്മൾ കേട്ടതാണ് പ്രവർത്തകരുടെ വൈകാരികമായ പ്രകടനം. അദ്ദേഹത്തിന്